അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറെ ശ്രേഷ്ഠമായ ഒന്നാണ് ആഫിയത്ത് എന്നത്, സൗഖ്യമെന്നത്. ആ സൗഖ്യം നമ്മുടെ ജീവിതത്തിന് സമാധാനം നൽകുന്നതാണ്, ആശ്വാസം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ആഫിയത്ത് അതില്ല എങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ നാം പ്രയാസപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ആ ആഫിയത്തിന് വേണ്ടി തേടാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് വിട്ടുവീഴ്ചയും സൗഖ്യവും ചോദിക്കുക. ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ, ഏതൊരാൾക്കും ദൃഢവിശ്വാസത്തിൽ പിന്നെ ആഫിയത്തിനേക്കാൾ ഖൈറായ യാതൊന്നും നൽകപ്പെട്ടിട്ടില്ല എന്ന് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. യാ അബ്ബാസ് അമ്മൻ നബി, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അക്സിർ മിനദ് ദുആഇ ബിൽ ആഫിയ, ആഫിയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള പ്രാർത്ഥനകളിലും പ്രഭാതത്തിൽ അദ്കാറു സ്വബാഹ്, അദ്കാറുൽ മസാ, പ്രദോഷ പ്രാർത്ഥനകളിലൊക്കെ നമുക്ക് ആ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത് കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫീ ദീനി വ ദുനിയായ വഅഹ്ലി വമാലി, അല്ലാഹുമ്മ അസ്തുർ ഔറാതി വആമിൻ റൗആതി, അല്ലാഹുമ്മ ഇഹ്ഫളിനി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിഅളമതിക അൻ ഉഗ്താല മിൻ തഹ്തി. എല്ലാ നിലക്കുമുള്ള ആഫിയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുന്നു, ദുനിയാവിലും ആഖിറത്തിലും. അതുപോലെ തന്നെ ദീനിലും ദുനിയാവിലും എല്ലാ നിലക്കും നമ്മുടെ സമ്പത്തിലും ശരീരത്തിലും എല്ലാം ആഫിയത്തിന് വേണ്ടി ചോദിക്കുന്ന അർത്ഥവത്തായ ദുആ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുവേ എൻ്റെ ശരീരത്തിൽ, അതുപോലെ തന്നെ എൻ്റെ കേൾവിയിൽ, എൻ്റെ കാഴ്ചയിൽ, ഇങ്ങനെ പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി നാം ചൊല്ലുന്ന ദിക്റുകളിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആലയോട് സഹോദരങ്ങളെ നമ്മൾ ചോദിക്കേണ്ടുന്നത് ആഫിയത്തിനെക്കുറിച്ചാണ്, ആഫിയത്തിന് വേണ്ടിയാണ്. ആഫിയത്തില്ല എങ്കിൽ നമുക്കൊന്നിനും സാധ്യമല്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മുആഫാത ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുവേ ദുനിയാവിലെയും ആഖിറത്തിലെയും സൗഖ്യം നീ നൽകണേ. മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരത്തിൽ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു, ആ മയ്യത്തിനും വേണം ആഫിയത്ത്, സൗഖ്യം. ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ സൗഖ്യവുമുണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ ഇടയ്ക്കിടെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അവിടെയൊക്കെയും റബ്ബിനോട് നിരന്തരമായി നമ്മൾ തേടേണ്ടത്, അതെ, ഒരിക്കലും നിരാശരായിക്കൊണ്ട് പ്രതീക്ഷയില്ലാത്തവരായിക്കൊണ്ട് മുന്നോട്ട് പോവേണ്ടവരല്ല വിശ്വാസികൾ. ലാ തതമന്നൽ മൗത്ത്, മരണം നിങ്ങൾ കൊതിക്കരുത്. ഒരാൾ മരണത്തെ കൊതിച്ചപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ മുത്തബി സുന്ന റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞത്, മരണത്തെ കൊതിക്കരുത്, ഫഇന്നക മയ്യിത്തുൻ, നീ മരിക്കും, വലാകിൻ സലില്ലാഹൽ ആഫിയ, രോഗം കൊണ്ട് വിഷമിക്കുകയാണോ, പരീക്ഷിക്കപ്പെടുകയാണോ, അള്ളാഹുവിനോട് ആഫിയത്തിനെ തേടുക എന്ന്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചതിലുമൊക്കെ അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വആഫിനി വർസുഖ്നി, നമസ്കാരത്തിലെ പ്രാർത്ഥനകളിലുമൊക്കെ നമുക്ക് ഈ ഒരു ആഫിയത്തിനെ എടുത്തു പറയുന്നത് കാണുവാൻ സാധിക്കും. മാസു ഇല റബ്ബു ഷൈഅൻ അഹബ്ബ ഇലൈഹി മിനൽ ആഫിയ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നത് അതാണ്. റബ്ബിനോട് ചോദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ആഫിയത്തിനേക്കാൾ ഇഷ്ടപ്പെട്ടതില്ല. ലിഅന്നഹ കലിമത്തുൻ ജാമിഅ, അതൊരു എല്ലാ നിലക്കും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പദമാണ്. ലിത്തഖല്ലുസി മിന ശർരി കുല്ലിഹി വഅസ്ബാബിഹി, എല്ലാവിധ തിന്മയിൽ നിന്നും അതിൻ്റെ കാരണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കലിമത്തുൻ ജാമിഅ, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വചനമാണ് ആഫിയത്ത്, ഒരു വാക്കാണ് ആഫിയത്ത് എന്ന് പണ്ഡിതന്മാർ അതിനെ ഉണർത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നിരന്തരമായി റബ്ബിനോട് ആഫിയത്തിനെ തേടിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ സൗഖ്യവും നൽകപ്പെടുന്ന ഒരു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക,
കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.